ഹലോ മച്ചന്മാരെ, ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കണ്ണമ്പ്രയാണ്. കണ്ണമ്പ്ര അമ്പലവും അതിൻ്റെ വിശേഷങ്ങളുമാണ് കാണിക്കാൻ പോകുന്നത്. പാലക്കാട് ജില്ലയിലെ കണ്ണമ്പ്ര, തൃശ്ശൂർ നാട്ടിലേക്ക് ചക്കപ്പൂരം എന്ന് പറയും. അതായത് കണ്ണമ്പ്ര വേല. കണ്ണമ്പ്ര വേല നടക്കുന്നതായിട്ടൊന്നുമില്ല. അതായത് കണ്ണമ്പ്ര വേല പറഞ്ഞാൽ മെയ് മാസം 25-നാണ് വരിക. അപ്പോൾ നമ്മുടെ കണ്ണമ്പ്ര, പാലക്കാട് ജില്ലയിലെ കണ്ണമ്പ്ര അമ്പലം ഒന്ന് കാണിക്കണ്ടേ? അതല്ലേ അറിയണ്ടേ ആൾക്കാർ? അല്ലാണ്ട് തന്നെ തൃശ്ശൂർക്കാർക്ക് അറിയും ചക്കപ്പൂരം എന്ന് പറഞ്ഞാൽ. ആ അമ്പലം, ആ അമ്പലത്തിൻ്റെ ആ വേലപ്പുറമാണ് നമ്മൾ കാണിക്കുന്നത്. ആണല്ലേ, ഇതാണ് കണ്ണമ്പ്ര വേല നടക്കുന്ന ആ വേലപ്പുറമ്പ്. ഇനി നേരെ നമ്മൾ അമ്പലത്തേക്കാണ് പോകുന്നത്. ഇവിടെയാണ് കണ്ണമ്പ്ര വേലയ്ക്ക് ചക്കയൊക്കെ മുറിക്കുക അല്ലേ ചേട്ടാ? കണ്ണമ്പ്ര വേലയ്ക്ക് ചക്കയൊക്കെ മുറിക്കുന്ന സ്ഥലമാണ്. ആൽത്തറയിൽ 2-3 ചേട്ടന്മാർ ഇരിക്കുന്നുണ്ട് അല്ലേ ചേട്ടാ? ഈ മെയ് മാസം 25-ല്ലേ വരിക? ഈ മെയ് മാസം അങ്ങനെ തന്നെ വരിക. മെയ് മാസം 25 കണ്ണമ്പ്ര പഞ്ചായത്തിലെ ആൾക്കാരെ പറഞ്ഞിട്ടുണ്ട്. ഈ പ്രത്യേകം പറയണ്ട, ഞാൻ ജസ്റ്റ് ചോദിച്ചു കേട്ടോ. അങ്ങനെയാണ് വരിക. ശരി, അപ്പോൾ നമ്മൾ ചാനൽ ഹായ് പറഞ്ഞു. അപ്പോൾ യൂട്യൂബ് ചാനൽ കേട്ടോ. ശരി, അപ്പോൾ നമ്മൾ നേരെ അമ്പലത്തേക്കാണ് പോകുന്നത്. മച്ചനെ ഈ നേരെ അമ്പലത്തേക്കാണ് പോകുന്നത്. ശ്രീകുറുമാവ് ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. നമ്മളെ പാലക്കാട് ജില്ലയിലെ കണ്ണമ്പ്ര വേല നടക്കുന്നത്. ഞങ്ങളുടെ നാട്ടിലെ അവസാനത്തെ വേല എന്നാ പറയുക, കണ്ണമ്പ്ര വേല. അവസാനത്തെ വേല എന്ന് പറയും കണ്ണമ്പ്ര വേല. പാലക്കാട് ജില്ലയിലെ അവസാനത്തെ വേല എന്ന് പറയുന്നത് അവിടെ അതിൽ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട്. അമ്പലത്തിന്റെ ഫ്രണ്ടിലാണ് സംഭവം. അമ്പലത്തിന്റെ ഫ്രണ്ടിലാണ് സംഭവം. ഇതാണ് കണ്ണമ്പ്ര വേല നടക്കുന്ന അമ്പലം. അപ്പുറത്ത് നിഷാരമംഗലം എന്ന് പറയും. കണ്ണമ്പ്ര വേല നടക്കുന്നത്. നിഷാരമംഗലം കണ്ണമ്പ്ര രണ്ടും കൂടെ ഒരു മത്സരമാണ്.